നിങ്ങൾ ഇനി വാങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒന്നുണ്ടാകാം. ഒരു കേന്ദ്ര സർക്കാർ ആപ്പ്. അത് ഇൻസ്റ്റാൾ ചെയ്ത നിലയിലായിരിക്കും, നീക്കം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുമായിരിക്കും. ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ അതോ കേന്ദ്ര സർക്കാരിന് നിങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയാണോ? പുതുതായി വിപണിയിലെത്തുന്ന സ്മാർട്ട് ഫോണുകൾ ഇനി കേന്ദ്ര സർക്കാർ ആപ്പായ സഞ്ചാർ സാഥി മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത നിലയിലായിരിക്കണം ഉപയോക്താക്കളെ തേടിയെത്തുക എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഈ ആപ്പ് ഉപയോക്താക്കൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിലെ ഏറ്റവും കർശനമായ നിർദ്ദേശം. മാത്രമല്ല, നിലവിലെ ഉപയോക്താക്കൾക്ക് അപ്ഡേറ്റുകളിലൂടെ ഇത് ലഭ്യമാക്കാനും കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നു. സിം തട്ടിപ്പ്, വ്യാജ കോളുകൾ, മോഷണം പോയ ഫോണുകൾ, ഡിജിറ്റൽ തട്ടിപ്പുകൾ എന്നിവയ്ക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷന്റെ ഭാഗമായാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം ഈ സുപ്രധാന നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആപ്പിൾ, സാംസങ്, ഷവമി, വിവോ, ഓപ്പോ തുടങ്ങിയ രാജ്യത്തെ മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു. ഉത്തരവിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയാണ്. അടുത്ത 90 ദിവസത്തിനുള്ളിൽ പുതിയ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് നിർബന്ധമായും പ്രീലോഡ് ചെയ്യണം. നിലവിൽ ഉപയോഗത്തിലുള്ള ഉപകരണങ്ങളിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിലൂടെ ആപ്പ് എത്തിക്കണം. ഉപയോക്താക്കൾക്ക് ഒരു കാരണവശാലും ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കരുത്. ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഏകീകൃത സുരക്ഷാ ടൂൾ അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. സഞ്ചാർ സാഥി ആപ്പ് ഇതിനോടകം തന്നെ അതിന്റെ കാര്യക്ഷമത തെളിയിച്ചതായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ജനുവരിയിൽ ആപ്പ് ആരംഭിച്ചതിനു ശേഷം 7 ലക്ഷത്തിലധികം മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ ഫോണുകൾ വീണ്ടെടുക്കാൻ സഹായിച്ചു. ഒക്ടോബറിൽ മാത്രം 50,000 ഡിവൈസുകളാണ് ഈ പ്ലാറ്റ്ഫോം വഴി വീണ്ടെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ വിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ ഈ നടപടി സ്വകാര്യതയും ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തെയും ചൊല്ലിയുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഒരു സർക്കാർ ആപ്പ് എല്ലാ ഉപകരണങ്ങളിലും സ്ഥിരമായി സ്ഥാപിക്കുമ്പോൾ ഡാറ്റ ആക്സസ്, ഡിജിറ്റൽ സ്വാതന്ത്ര്യം എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരും. എന്നാൽ ഈ ചർച്ചകൾ നേരിടാൻ സർക്കാർ തയ്യാറാണെന്നാണ് സൂചന. വിദേശ സൈബർ ക്രിമിനലുകളും അതിർത്തി കടന്നുള്ള ഡിജിറ്റൽ ഭീകര ശൃംഖലകളും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷാ നടപടികൾ അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.